MLA സതീഷ് കൃഷ്ണ സെയിൽ നേരിട്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള തടസ്സമോ യാതൊരു വിധത്തിലുള്ള ചുവപ്പ് നാടകളിൽ കുടുങ്ങി നടപടികൾ വൈകുന്ന അവസ്ഥയോ ഉണ്ടാവില്ല. DNA പരിശോധനയ്ക്ക് ഈ സാമ്പിളുകൾ നൽകി കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം തന്നെ ഇത് സംബന്ധിച്ച റിസൾട്ട് വരികയൊക്കെ ചെയ്യും. ഏതായാലും എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഇത് അർജുന്റേതാണ് എന്നുള്ളൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് പോകൂ. പക്ഷേ ഈ ക്യാബിനുള്ളിൽ നിന്ന് കിട്ടിയതിനാൽ തന്നെ അത് അർജുന്റെ മൃതദേഹമാണ് അല്ലെങ്കിൽ അവശിഷ്ടങ്ങളാണ് എന്നുള്ള ഒരു അനുമാനത്തിലേക്ക് തന്നെ നമുക്ക് എത്തുകയും ചെയ്യാം. ഇപ്പോൾ അർജുൻ ഈ ലോറി ഉടമകൾ ഒരാളായിട്ടുള്ള മനാഫിന്റെ സഹോദരൻ മുബീൻ ബോട്ടിൽ അതിന് അടുത്തേക്ക് പോകുന്നുണ്ട്. നിലവിലേതായാലും ബോട്ട് ഉയർത്തുന്നുള്ള ശ്രമങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും അത് ഈ ക്രെയിൻ ഉപയോഗിച്ച് അത് സാധ്യമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഭാരത് ബെൻസിന്റെ വളരെയധികം ഭാരമുള്ള ഒരു ക്യാബിൻ കൂടിയാണ് ഭാഗമാണ് ഈ ക്യാബിൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഉയർത്തുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇപ്പോൾ അത് അല്പം താഴേക്ക് വെള്ളത്തിനടിയിലേക്ക് വീണ്ടും പോയ ഒരു സ്ഥിതിയൊക്കെയുണ്ട്. ഏതായാലും അത് ഉയർത്തുന്നതിന് വേണ്ടി പരമാവധിയുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്രെയിൻ ഉപയോഗിച്ച് അതിന് സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ദൌത്യ സംഘങ്ങൾ ഉള്ളത്. ഏതായാലും ഇത് ഡ്രഡ്ജർ കമ്പനിയുടെ ഈ ഡ്രഡ്ജറിൽ വെച്ചിരിക്കുന്ന ആ ക്രെയിനാണ്. അതിന് എത്രത്തോളം ഭാരം താങ്ങാനാകുമെന്ന് സംബന്ധിച്ച് സാങ്കേതികമായി കൃത്യമായിട്ടുള്ള ഒരു വിവരമില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും അത് താഴേക്ക് പോയിട്ടുണ്ട്. അത് ഉയർത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നു. ആവശ്യമെങ്കിൽ മറ്റ് ക്രെയിനുകൾ, കൂടുതൽ ഭാരം താങ്ങാനാകുന്ന തരത്തിലുള്ള ക്രെയിനുകൾ കൊണ്ടുവരാം എന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ നേരത്തെ തന്നെ MLA മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും നടപടികൾക്ക് യാതൊരു വിധത്തിലുള്ള കാലതാമസവും ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഏതായാലും ഇത്രയും ദിവസം കാത്തിരുന്ന, ഈ 72 ദിവസം കാത്തിരുന്ന ഒരു സംഭവത്തിന് ഇപ്പോൾ ഒരു വിരാമം ആയിരിക്കുകയാണ്, അർദ്ധവിരാമമായിരിക്കുകയാണ്. ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നു. അതിനുള്ളിൽ നിന്ന് ചില ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഇനി അത് കരയ്ക്കെത്തിക്കണം, കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടക്കണം. അക്കാര്യത്തിൽ ഇത് ആരുടേതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വേണം. ഇത്രയും നടപടികളാണ് ഇനി ബാക്കിയുള്ളത്. നേരത്തെ കേരളത്തിൽ നിന്ന് വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു MPയും ഒരു MLAയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് വളരെയധികം ഇതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. AK മർഷഫും അതുപോലെ തന്നെ MK രാഘവൻ MPയും ഒക്കെ ഇക്കാര്യത്തിൽ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട് വലിയ ഏകോപനത്തിന് വേണ്ടി രാപ്പകൽ ഭേദമന്യേ അവർ പ്രവർത്തിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടികളുണ്ടായി. KC വേണുഗോപാൽ MP ഇക്കാര്യത്തിൽ എടുത്തു പറയത്തക്ക ഒരു കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെയും നമുക്ക് ഒരുപാട് പേരുടെ നന്ദി പറയാനുണ്ട്. പക്ഷേ അർജുന്റെ ജീവൻ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ശരീരഭാഗങ്ങളും ആ ലോറിയും ഒക്കെ ഉയർത്താൻ കഴിഞ്ഞു. ശ്രീധരൻ, ഇപ്പോൾ ഈ ശരീരഭാഗങ്ങൾ എന്ന് കരുതുന്ന ആ ഭാഗം ഇപ്പോൾ ഡ്രഡ്ജറിലാണോ അതോ ഡെങ്കി ബോട്ടിൽ നിന്ന് മറ്റെവിടെയെങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടോ അതോ ഡ്രഡ്ജറിൽ തന്നെയാണോ ഉള്ളത്? നിലവിൽ ആ ഭാഗങ്ങൾ ആദ്യം ഡിങ്കി ബോട്ടിലേക്കാണ് മാറ്റിയത്. അതിൽ നിന്നിപ്പോൾ ഡ്രഡ്ജറിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി കരയിലേക്ക് കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ ആ ക്രെയിനിൽ നിന്ന് ഈ ലോറിയുടെ ക്യാബിൻ ഭാഗം വീണ്ടും താഴേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ ശരീരഭാഗങ്ങൾ നമുക്ക് കണ്ടെത്താനും ആയിട്ടുണ്ട്. അതിനി ശാസ്ത്രീയ പരിശോധനകളിലേക്കാണ് ഇനി പോകേണ്ടത്. നിലവിൽ ആ ഭാഗങ്ങൾ വെച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള പരിശോധനകൾക്കുള്ള സാധ്യതയുണ്ട്. അർജുന്റെ ബന്ധുക്കളുടെ സാമ്പിളുകൾ നേരത്തെ തന്നെ DNA സാമ്പിളുകൾ നേരത്തെ തന്നെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു പരിശോധനകളാണ് ഇനി ആവശ്യം. അതിനുള്ള നടപടികളൊക്കെ ഇനി വൈകാതെ തന്നെ നടക്കും എന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ലോറിയുടെ ക്യാബിൻ ഭാഗം ഇപ്പോൾ താഴേക്ക് പോയിരിക്കുകയാണ്. അത് ക്രെയിനിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. അതിനി ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു വലിയ കടമ്പ മുന്നിലുണ്ട്. ആ ക്രെയിനിന് ഒരുപക്ഷെ ഈ ക്രെയിൻ ഉപയോഗിച്ച് അത് സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ഒരു മാസം മുൻപ് തൊട്ടപ്പുറത്തുള്ള കാളി നദിയിൽ വീണ ലോറി ഭാഗങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഈ കാർവാർ ഒരു നേവൽ
ലെവൽ മേഖലയായതിനാൽ തന്നെ കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് അതിന് വലിയ താമസം വരില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ ഡ്രഡ്ജർ വെച്ചിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് അല്പം കൂടി മാറ്റി തങ്കൂരമിട്ട് ഇത് ഉയർത്തുന്നുള്ള ശ്രമങ്ങളാണെന്ന് എന്ന് തോന്നുന്നു ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഈ ഡ്രഡ്ജർ കൊണ്ടുവന്ന് നടത്തിയ പരിശോധനകൾ തന്നെയാണ് ഇപ്പോൾ കാര്യക്ഷമമായി അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു നിർണായകമായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പല ആളുകൾ പല സമയത്ത് ഈ ദൌത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഈശ്വർ മാൽപേ സംഘം പല ദിവസം ഈ കടലിലെ ഈ പുഴയുടെ അടിത്തട്ടിലേക്കൊക്കെ പോയി പരിശോധനകളൊക്കെ നടത്തിയിരുന്നു. അവർക്ക് പല ഭാഗങ്ങളും ലോറിയുടെ പല ഭാഗങ്ങളും ഈ ലോറിയുടെ അല്ലെങ്കിൽ പോലും പല ടാങ്കർ ലോറിയുടെ ഉൾപ്പെടെ ഭാഗങ്ങളൊക്കെ കിട്ടിയിരുന്നു. ആ സംഘം കുത്തൊഴുക്കിനെ വകഞ്ഞു മാറ്റിയാണ് പലപ്പോഴും ഈ പുഴയിലേക്ക് അടിയിലേക്ക് ഊളിയിട്ടത്. അങ്ങനെ ഒരുപാട് ആളുകളുടെ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ ഈ 72ാം ദിവസത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിലേതായാലും ലോറി ക്യാബിൻ ഇപ്പോൾ താഴേക്ക് വീണ്ടും പോയിരിക്കുകയാണ്. ഇനി അത് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തന്നെയാകണം ഇനിയും നടക്കുക. നിലവിലേതായാലും അതിനുള്ള നടപടികൾക്കൊന്ന് MLA സതീഷ് കൃഷ്ണസൈൽ ഇപ്പോൾ ഡ്രഡ്ജറിൽ തന്നെ തുടരുന്നുണ്ട്, ബോട്ടിൽ തന്നെ തുടരുന്നുണ്ട്. അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ലോറി ഉടമകളും ഇപ്പോൾ ഈ ഡ്രഡ്ജറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഒരു നിർദ്ദേശം കൂടി അനുസരിച്ചായിരിക്കും ഇനിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുക. ഏതായാലും നിലവിൽ ഇപ്പോൾ നമുക്ക് ഈ രണ്ടാം ഘട്ടത്തിൽ ഈ ദൌത്യത്തിന്റെ രണ്ടാം ഘട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ സമയത്ത് 5-ാം നാൾ ഇക്കാര്യത്തിൽ ഒരു റിസൾട്ട് ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 4 ദിവസവും നിരാശയായിരുന്നു ഫലമെങ്കിൽ ഇന്ന് 5-ാം നാൾ ഇക്കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈൻ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ശരീര സാമ്പിളുകൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ അത് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ സ്ഥിതി ഇപ്പോൾ ഉണ്ട്. നിലവിലേതായാലും ഡ്രഡ്ജറിൽ ഉപയോഗിച്ച് നടത്തിയ നടപടിക്രമങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയി വിജയത്തിലേക്ക് എത്തി. ഇപ്പോൾ ഈ ഡ്രഡ്ജറിന്റെ ആങ്കർ അല്പമൊന്ന് മാറ്റിയ ശേഷം വീണ്ടും ലോറി ഉയർത്താനുള്ള അല്ലെങ്കിൽ ക്യാബിൻ ഉയർത്താനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്.